ഒരു ദിവസം എന്നത് 24 മണിക്കൂർ ദൈർഘ്യമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. സൂര്യന്റെ സ്ഥാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയുടെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണിത്. എന്നാൽ 25 മണിക്കൂർ ദൈർഘ്യമുള്ള ദിവസം ഉണ്ടാകുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോൾ സിനിമയിലെ ഏതെങ്കിലും ഒരു സീനുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുമെങ്കിലും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു ശേഷം ഇത് സംഭവിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അത് എങ്ങനെ സംഭവിക്കുമെന്ന് പരിശോധിക്കാം. ഞാൻ ഗ്രീഷ്മ. സിഡ്നി ഒബ്സർവേറ്ററിയിലെ ജ്യോതിശാസ്ത്ര കൺസൾട്ടന്റായ ക്യൂറേറ്റർ ഡോക്ടർ നിക് ലാംബ് ഒരു മാധ്യമത്തോട് പറഞ്ഞത്, ഒരു ദിവസം എന്നത് 24 മണിക്കൂറാണ്. ഓരോ മണിക്കൂറും 60 മിനിറ്റായും പിന്നീട് 60 സെക്കൻഡായും വിഭജിക്കപ്പെട്ടിരിക്കുന്നത് സങ്കീർണവും രസകരവുമാണെന്നുമാണ്. ഈ ആശയം ഉത്ഭവിച്ചത് പുരാതന ഈജിപ്തുകാരിൽ നിന്നാണ്. അവർ സൂര്യഘടികാരങ്ങളിലായിരുന്നു സമയം നോക്കാനായി വിനിയോഗിച്ചിരുന്നത്. അവർ പകലിനെ 10 മണിക്കൂറുകളായി വിഭജിച്ചു, രാത്രിയെ 12 മണിക്കൂറായും വിഭജിച്ചു. ഈജിപ്തുകാർക്ക് സെക്കൻഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന 36 നക്ഷത്ര ഗ്രൂപ്പുകളുടെ സംവിധാനം ഉണ്ടായിരുന്നു. അതായത് ഏതൊരു രാത്രിയിലും മുൻപുള്ളതിന് 40 മിനിറ്റ് കഴിഞ്ഞ് ഒരു ദശകം ഉദിക്കുന്ന തരത്തിൽ തിരഞ്ഞെടുക്കുമെന്ന് ലാംബ് പറയുന്നു. ദശാബ്ദങ്ങൾ നിരീക്ഷിച്ച് രാത്രിയിൽ സമയം നിർണ്ണയിക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് പ്രത്യേക മേശകളും ഉപയോഗിച്ചിരുന്നു. ഇവ ശവപ്പെട്ടികളിലും ക്രമീകരിച്ചിരുന്നു. മരിച്ചവർക്കും സമയം നിർണ്ണയിക്കാൻ കഴിയുമെന്ന് രസകരമായി പറഞ്ഞിരുന്നു. പിന്നീടാണ് പുരാതന ബാബിലോണിയക്കാർ സുമേറിയക്കാരിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ഷഡ്കാല സമ്പ്രദായം ഉപയോഗിച്ച് മണിക്കൂറുകളെയും മിനിറ്റുകളെയും 60 യൂണിറ്റുകളായി വിഭജിച്ചത്. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യൂറോപ്പിൽ ഉയർന്നു വന്ന ആദ്യത്തെ മെക്കാനിക്കൽ ക്ലോക്കുകളാണ് ഈ ഘടനയെ ഒടുവിൽ ബന്ധിപ്പിച്ചത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമ്പ്രദായമാണിത്. ഇത് സൂര്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയുടെ ഭ്രമണത്തെ അളക്കുന്നു. സൂര്യനെ ചുറ്റുമ്പോൾ ഭൂമി അതിന്റെ അച്ചുതണ്ടിലും കറങ്ങുന്നു. അതുകൊണ്ട് ഒരു സൗരദിനം ഒരു സെഡ്രിയൽ ദിവസത്തേക്കാൾ അല്പം ദൈർഘ്യമുള്ളത്. ഭൂമിയിൽ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ചന്ദ്രൻ സമുദ്രങ്ങളിൽ വേലിയേറ്റ വീക്കങ്ങൾ സൃഷ്ടിക്കുന്നു. കൂടാതെ ഈ വീക്കങ്ങൾ ചന്ദ്രനുമായി പൂർണ്ണമായി വിന്യസിക്കാത്തതിനാൽ അവ ഭൂമിയുടെ ഭ്രമണത്തിൽ ഒരു ചെറിയ ബ്രേക്കിംഗ് ബലം ചെലുത്തുന്നു. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം സമുദ്രങ്ങൾ ചെറുതായി വീർക്കാൻ കാരണമാകുന്നു. ഈ പ്രതിപ്രവർത്തനം ഒരു ബ്രേക്ക് പോലെ പ്രവർത്തിക്കുകയും കാലക്രമേണ ഭൂമിയുടെ ഭ്രമണത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യും എന്നാണ് നാസ വിശദീകരിക്കുന്നത്. ഹിമാനികൾ ഉരുകുന്നതും ഭൂമിയുടെ ഭ്രമണത്തെ മന്ദഗതിയിലാക്കാൻ കാരണമാകുന്നു. ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു മാറ്റമല്ല. ഏകദേശം ഒരു നൂറ്റാണ്ടിൽ 1.7 മില്ലി സെക്കൻഡിൽ മാത്രമേ വ്യത്യാസം വരികയുള്ളൂ. ഭൗതിക ശാസ്ത്ര അസിസ്റ്റന്റ് പ്രൊഫസറായ സാറ മിൽഹോളണ്ട് പറഞ്ഞതുപോലെ ചരിത്രത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ചെറുതും ദൈർഘ്യമേറിയതുമായ ദിവസങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 1 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഏകദേശം 19 മണിക്കൂർ മാത്രമായിരുന്നു. അതുപോലെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ പ്രതിവർഷം 400 ദിവസത്തിലധികം അനുഭവപ്പെട്ടിരുന്നു എന്നും ഓരോ ദിവസവും 21 മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിന്നിരുന്നു എന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമി രൂപപ്പെട്ടതിന് പിന്നാലെ ഒരു ദിവസം വെറും 10 മണിക്കൂറിൽ താഴെ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അതുപോലെ 24 മണിക്കൂറിനേക്കാൾ ദൈർഘ്യമുള്ള ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണ നിരക്കിലെ മാറ്റം ക്രമേണ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമ പ്രക്രിയകൾക്ക് കാലക്രമേണയുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്നാണ് കാൽടെക്കിലെ ഗ്രഹശാസ്ത്ര പ്രൊഫസറായ കോൺസ്റ്റാന്റിൻ ബാറ്റിയൻ പറഞ്ഞത്. ഇന്നും ഭൂമിയുടെ ഭ്രമണം പൂർണ്ണമായും സ്ഥിരമല്ല. 24 മണിക്കൂർ ദൈർഘ്യമുള്ള ദിവസങ്ങൾക്ക് പകരം 25 മണിക്കൂറുള്ള ദിവസങ്ങൾ വിദൂര ഭാവിയിൽ വരും. എന്നാൽ വളരെ സാവധാനം നടക്കുന്ന, മനുഷ്യർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു പ്രക്രിയയാണിത്. അതിനാൽ നിലവിൽ ക്ലോക്കുകളിലോ കലണ്ടറുകളിലോ ഇത് യാതൊരു സ്വാധീനവും ഉണ്ടാക്കില്ല. ചന്ദ്രന്റെ വേലിയേറ്റ ഘർഷണം മൂലമാണ് ഭൂമിയുടെ ഭ്രമണം പതുക്കെയാകുന്നത്. ഒരു നൂറ്റാണ്ടിൽ ഏകദേശം 1.7 മില്ലി സെക്കൻഡ് എന്ന കണക്കിലാണ് ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നത്. ദിവസങ്ങളുടെ ദൈർഘ്യം കൂടുന്നത് വളരെ സാവധാനത്തിലാണ് എന്നത് മനുഷ്യനടക്കം ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം ഒരു ദിവസം പെട്ടെന്ന് 25 മണിക്കൂറായാൽ അത് മനുഷ്യന്റെ മുഴുവൻ സമയ ക്രമീകരണ സംവിധാനത്തെയും ഗൗരവകരമായി ബാധിക്കും. അത് മനുഷ്യരുടെ ഇന്റേണൽ ക്ലോക്കുകളെ താളം തെറ്റിക്കും. നമ്മുടെ ശരീരവും മറ്റെല്ലാ ജീവജാലങ്ങളും 24 മണിക്കൂർ ജൈവ ഘടികാരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഉറക്ക രീതികൾ, ഹോർമോണുകൾ എന്നിവയടക്കമുള്ളവയെ സ്വാധീനിക്കുന്നു. ദിവസത്തിന്റെ ദൈർഘ്യത്തിലെ ഏതൊരു മാറ്റവും ജൈവ ഘടികാരത്തെ താളം തെറ്റിക്കാൻ ഇടയാക്കും. മാനസിക പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുടെ അപകട സാധ്യത ഇതുമൂലം വർദ്ധിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഇത് സംഭവിക്കുകയെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. വൻതോതിൽ മഞ്ഞുപാളികൾ ഉരുകുകയോ അടിഞ്ഞുകൂടുകയോ ചെയ്യുമ്പോൾ കരയ്ക്കും കടലിനുമിടയിൽ ഭാരം പുനർവിതരണം ചെയ്യുന്നത്
ഭൂമി എത്ര വേഗത്തിൽ കറങ്ങുന്നു എന്നതിനെ ചെറുതായി മാറ്റുന്നു. അന്തരീക്ഷവും കാറ്റുമടക്കമുള്ളവയും ഭ്രമണവേഗത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ശക്തികൾ കോടിക്കണക്കിന് വർഷങ്ങളായി പ്രവർത്തിക്കുകയും വളരെ സാവധാനത്തിൽ ദിവസങ്ങൾ ദൈർഘ്യമേറിയതാക്കുകയും ചെയ്യുന്നുണ്ട്.